ഇന്നൊരു സംഭവം ഉണ്ടായി. രാവിലെ നമ്മുടെ ജോസേനെ കണ്ടു. ഏത് ജോസ്? നമ്മുടെ എരുമ ജോസാ? അയാളല്ല, നമ്മുടെ ദുബായ് ജോസ്. ജോസേട്ടൻ എന്നോടൊരു ചോദ്യം. അന്ന് നീ പറഞ്ഞ ആ പയ്യന്റെ കാര്യം എന്തായെന്ന്. ഞാൻ പറഞ്ഞു ഓപ്പറേഷൻ അറേഞ്ച് ഒക്കെ ചെയ്തിട്ടുണ്ട്, ഫണ്ട് കുറച്ചുകൂടി കിട്ടാണ്ടെന്ന്. ഒന്നും പറയാതെ ജോസേട്ടൻ അകത്തുനിന്ന് ഒരു കെട്ട് നോട്ടെടുത്ത് നീട്ടി. ആദ്യമൊന്നും ഞാൻ വാങ്ങിച്ചില്ല. പിന്നെ ഈശ്വരൻ കാണിച്ചെന്ന വഴിയാണെന്ന് കരുതി ഞാനത് വാങ്ങിച്ചടാ. ഞാൻ ചെന്ന് ഡോക്ടറെയും കണ്ടു. എന്ന് വേണമെങ്കിലും ഓപ്പറേഷൻ നടത്താന്നാടാ ഡോക്ടറുടെ അഭിപ്രായം. അവസാനം നീ തന്നെ ജയിച്ചു. അന്ന് മീറ്റിങ്ങിനിടെ നിന്നെ എല്ലാവരും കുറ്റപ്പെടുത്തിയപ്പോ ഉപേക്ഷിച്ചതാ എന്റെ സ്വപ്നങ്ങളെ. ഇതിനൊക്കെ ഞാൻ എങ്ങനെ നിന്നോട് പകരം വിട്ടുകൂടാ? എന്തടാ? എല്ലാം ശരിയാവും ഉണ്ണി. ഇനിയിപ്പോ ഓപ്പറേഷൻ നടത്താൻ എന്താ താമസം ഉണ്ണി? കാശ് മാത്രം പോരല്ലോ, കണ്ണും വേണ്ടേ? നമുക്ക് മനസ്സുരുകി പ്രാർത്ഥിക്കാം ഒരാളുടെ കണ്ണിനും അയാളുടെ മരണത്തിനും വേണ്ടി. ഒരാള് മരിക്കണത് ആയിരിക്കും തന്നെ പാപ. എന്നാലും ഈശ്വര, എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ ആരുമില്ലാത്തൊരു ജീവനെ നീ തിരിച്ചെടുക്കണേ. ഇനിയിപ്പോ കാര്യങ്ങളൊക്കെ ശരിയായല്ലോ, വൈകിട്ടൊന്ന് കൂടണം. ഓ, അതിനിപ്പോ പുതിയ കാര്യമൊന്നും വേണ്ടല്ലേ, എന്ന് ഇത് തന്നെയല്ലേ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങാ. എന്തായാലും ഉണയിക്കേണ്ട സമയമായി, ഇനി കഴിച്ചിട്ട് ഇറങ്ങിയാൽ മതി. പേടിക്കണ്ട, അവന്റെ പാചക ഞാൻ ആദ്യം കഴിക്കാം. എല്ലാത്തിനും സാക്ഷി വേണല്ലോ. എന്നാ അടിച്ചിട്ട് നീ എന്നെ എടുത്തോണ്ട് വരും. അതൊന്നും വേണ്ട. നോക്കിക്കോളാം. കാലത്തന്നെ മുല കുടിച്ചിടണോ വന്നേ? ആ, രണ്ടുപേരൊന്നും ഒരുമിച്ചാണല്ലോ. പണിയുണ്ടായില്ല. പിന്നെ എങ്ങനെയാണെങ്കിലും സന്ധ്യ ആകുമ്പോൾ ഞാൻ വന്ന് അച്ചായെ കൊണ്ടുപോകണം. അതുകൊണ്ട് ഇന്ന് ഒരുമിച്ചാവാന്ന് വിചാരിച്ചു. പാക്കരായിട്ട് ഭാഗ്യമുള്ളവനോ, ഇതുപോലൊരു സന്തതി കിട്ടിയാലോ. സത്യം പറഞ്ഞ എനിക്ക് നിങ്ങളെ കാണുമ്പോ അസൂയ. നാറി, നീ എന്റെ ചെക്കനെ കണ്ണു വെക്കുന്നോടാ ചെറ്റെ. എന്റെ ചെക്കൻ എന്തെങ്കിലും പറ്റിയാണല്ലോ പറഞ്ഞേക്കാ ഞാൻ. എന്റെ പാക്കരേട്ടാ, ഞാൻ ഒരു തമാശ പറഞ്ഞതല്ലേ. അന്ന് ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ഒരു പെങ്കൊച്ചിനെ കണ്ടുപിടിക്കണ്ടേ നമ്മുടെ കണ്ണന് വേണ്ടി? അത് ശരി, കുമാരേട്ടനായിരുന്നല്ലേ അച്ചായുടെ മനസ്സിലേക്ക് ഈ ആശയം തള്ളിവിട്ടത്. അവൻ പറഞ്ഞതും കാര്യമില്ലടാ. നിനക്കും വേണ്ട ഒരു ജീവിതം. എന്നും ഇങ്ങനെ എന്നെ ചോക്കുന്നൊരു വണ്ടിക്കളയാൽ മതിയോ? സമ്മതാണെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ ഏറ്റു. സമയമാകുമ്പോ ഞാൻ പറയാം. അത് പോട്ടെ, അന്ന് എന്താ പറ്റിയേ? എന്ന് ഉണ്ണി പറഞ്ഞില്ലേ നിന്നെ എല്ലാവരും കുറ്റപ്പെടുത്തിയെന്ന്? എന്താ കാര്യം? അച്ചായോട് ഞാനത് മനഃപൂർവ്വം പറയാതിരുന്നതാ. എല്ലാവർക്കും ആ സമയത്ത് ടൂർ പോകണമെന്ന്. ഞാനത് തീർത്തു. അച്ചായി പറഞ്ഞ സത്യം. മനുഷ്യനെ സ്നേഹിക്കാം, പക്ഷെ വിശ്വസിക്കരുത്. നിന്നെ സങ്കടപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ലടാ. കൂടെ നിൽക്കാൻ എല്ലാ കഴിവേറുകളും ഉണ്ടാവും. കാര്യത്തോടെ എടുക്കുമ്പോ ഒറ്റയ്ക്കാവും. അതാ നിയമം. അവസാനം നീ തന്നെ ജയിച്ചല്ലോ. നീ ഒരു 4 വരി മോളടാ. അച്ചായി ഒന്ന് കേൾക്കട്ടെ. അച്ചായി, ഇത് ഷാപ്പ വീടല്ല. നീ ധൈര്യമായിട്ട് പാടിക്കുക കാണാ. ഇന്ന് പാക്കരേണ്ട അരങ്ങേറ്റാ. അന്തിക്കിത്തിരി മോന്തുവാൻ പോകുമ്പോൾ കണ്ടടി ഞാനൊരു മിന്നായം. കൈതോല പൂത്തൊരാ പാടവരമ്പത്ത് ചേമിച്ചെറു പെണ്ണിൻ കിന്നാരം. ചേമിച്ചെറു പെണ്ണിൻ കിന്നാരം. ചെങ്കതിർ വെല്ലും ചെഞ്ചുണ്ടും സ്വപ്നങ്ങൾ നെയ്യും കരിമിഴിയും. ചെങ്കതിർ വെല്ലും ചെഞ്ചുണ്ടും സ്വപ്നങ്ങൾ നെയ്യും കരിമിഴിയും. കാർമുകിൽ വെല്ലും കാർകൂന്തലും
കൺമണി നീയൊരു ദേവതയോ ആലിലൊത്തൊരാരവയറും നിന്നെ പാടിപ്പുകഴ്ത്തുന്ന വിരിമാറും അംഗോപാംഗങ്ങൾ താളമിട്ടും അങ്ങനെ നീ എന്നരികിൽ വന്നു അങ്ങനെ നീ എന്നരികിൽ വന്നു ചെല്ലക്കുടിലെ ഇത്തിരി വെട്ടത്തിൽ ആദ്യമായി തന്നോരാ ചുംബനവും പിരിയുവാനാവാതെ വിറയാർന്നു നിന്നതും ഓമലെ ഇന്നുമെൻ ഓർമ്മകളിൽ ഓമലെ ഇന്നുമെൻ ഓർമ്മകളിൽ തന്താരത്താര രാവിലെ വേലയ്ക്കു പോകുന്ന നേരത്തും കാത്തു സൂക്ഷിച്ചൊരാ പൂത്താലി എന്നുവരും നീ എന്റെ വിയായി എന്നിട നെഞ്ചിൻ ചൂടായി എൻ മനതാരിൽ നിറവായി എൻ മനതാരിൽ നിറവായി അന്തിക്കിത്തിരി മോന്തുവാൻ പോകുമ്പോൾ കണ്ടടി ഞാനൊരു നിന്നായം കൈതോല പൂത്തൊര പാടവരമ്പത്ത് ചെമിച്ചൊരു പെണ്ണിൻ കിന്നാരം ചെമിച്ചൊരു പെണ്ണിൻ കിന്നാരം ചെല്ലക്കുടിലെ ഇത്തിരി വെട്ടത്തിൽ ആദ്യമായി തന്നോരാ ചുംബനവും പിരിയുവാനാവാതെ വിറയാർന്നു നിന്നതും ഓമലെ ഇന്നുമെൻ ഓർമ്മകളിൽ ഓമലെ ഇന്നുമെൻ ഓർമ്മകളിൽ തന്താനത്താന തനതന്താനാന തന്താനത്താന എത്രയാടാ? 120. പറ്റെത്രയാടാ? ഇന്നത് എല്ലാം തീർക്കണം. പറ്റും 150, മൊത്തം 270. അല്ല പാക്കരായിട്ട് കണക്കൊക്കെ തീർത്ത് എവിടെ പോവാ? ഇന്നത്തോടുകൂടി എല്ലാം നിർത്താടാ. ഞാനും നീ നമ്മൾ യാതൊരു ബന്ധവുമില്ല. ഇതിനു മുമ്പ് ഞാൻ എത്ര കേട്ടത് ഇത്? ഇത് വെഴുമ്പാക്കടാ. നീയാണ് സത്യം. അച്ഛാ ഈ ചാവണ വരെ കുഴിക്കില്ല. അച്ചായി വന്നേ. കുമാര നാറി പയ്യെ, സൂക്ഷിച്ച്. കള്ളു കുഴിച്ചു തന്നിട്ട് നല്ല ഫിറ്റാ. ഇതേ സ്ഥലം ഇത്. ഇപ്പോഴെങ്കിലും നിനക്ക് ഇങ്ങോട്ട് വരാൻ തോന്നില്ലോ? ഞാൻ മറ്റൊരാൾ അന്വേഷിക്കാൻ തുടങ്ങിയായിരുന്നു. എന്റെ ജോസേട്ട ഒരു മാസമായിട്ട് നല്ല തിരക്കായിരുന്നു. അല്ലെങ്കിൽ നിനക്ക് എപ്പോഴാ തിരക്കില്ലാത്തത്? നാട്ടുകാർക്ക് വേണ്ടി ഓടിയടന്ന് മരിക്കാനാ നിന്റെ വിധി. അല്ലെങ്കിൽ നാട്ടുകാരെന്ന് വെച്ചാൽ ആശാന് ജീവനാ. അതൊരു സുഖമല്ലേ ജോസേട്ടാ? അച്ചായമാരൊക്കെ എവിടെ പോയി? അത് പറയാൻ മറന്നു. ജോർജ് കുട്ടിയുടെ മനസ്സമ്മതം അടുത്ത ആഴ്ച. എല്ലാവരും കൂടി ഡ്രസ്സ് എടുക്കാൻ പോയേക്കോ. ക്ഷണിക്കാനായിട്ട് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. എല്ലാ പ്രാവശ്യവും ചോദിക്കണ ചോദ്യം കൂടെ ആവർത്തിക്കുക. നിനക്കും പോയിക്കൂടെ ഒരു പ്രാവശ്യം? തിരിച്ചു വന്ന് പെണ്ണൊക്കെ കെട്ടി സുഖമായിട്ട് ജീവിച്ചുകൂടെ നിനക്ക്? ഈ നാടും നാട്ടുംപുറം കൂട്ടുകാരൊക്കെ വിട്ടുവിടുന്ന് പോകാം. പക്ഷെ എന്റെ അച്ചായി വിട്ടുവിടുന്ന് പോകാൻ പറ്റില്ല ജോസേട്ടാ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കണ്ണാ പാക്കരേണ്ട സുഖമില്ലാന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കാം. എന്ത് പറ്റി അച്ചായിക്ക്? കടയിൽ നിന്ന് ചായ അടിച്ചിട്ടുണ്ടാ. പെട്ടെന്ന് നെഞ്ചെന്നു പറയാ. വാ നീ പെട്ടെന്ന് ചെല്ലേ. ഷിബു നീ ഒന്ന് നോക്കിയേ. വാ ഞാൻ കാറെടുക്കാം. ജോസേട്ട ഒന്ന് വേഗം. പെട്ടെന്ന് എടുക്ക് ജോസേട്ടാ.
ഡോക്ടറോട് ഞാൻ സംസാരിച്ചിരുന്നു. അറ്റാക്ക് ആയിരുന്നു എന്നാണ് പറഞ്ഞത്. അപകടനില തരം ചേറായിട്ടില്ല. നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അധികം സംസാരിപ്പിക്കണ്ട. വാ. വാ. ശരീരം എനിക്കത് കിടക്കച്ചായി. എനിക്കൊന്നുമില്ലടാ. നിന്നെ കാണണമെന്നൊരു മോഹമുണ്ടായിരുന്നു. അതിനുവേണ്ടി പിടിച്ചിരുത്തിയതാ ഞാനിവിടെ. നിന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ വയ്യ. അച്ചായി, അച്ചായി ആരെയാ നോക്കണേ? കണ്ടില്ലേ, എൻ്റെ അച്ഛനമ്മയെ കൊന്നിട്ടുണ്ട്. എന്നെ കൊണ്ടുപോകാൻ. അതല്ല അച്ചായുടെ തോന്നല. ഡോക്ടർ പറഞ്ഞില്ലേ സംസാരിക്കാതെ കിടക്കും. ഒറ്റയ്ക്കാണെന്ന് കരുതി മോൻ വഴി വഴിക്കരുത്. ജീവിക്കണം ഇതുപോലെ. പിന്നെ അച്ചായി പോയാൽ എൻ്റെ കണ്ണുകൾ ഉണ്ണിക്ക് കൊടുക്കണം. അപ്പോൾ എൻ്റെ മോനെ എനിക്ക് പിന്നെയും കാണാമല്ലോ. എന്തിനൊക്കെ പറയണേ? മിണ്ടാതിരിക്കും. അച്ചായി പോവാ. അച്ചായി, അച്ചായി, എൻ്റെ മോൻ ഒറ്റയ്ക്കാ. അച്ചായി, 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 എനിക്ക് അച്ചായി, 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 എനിക്ക് കണ്ണുകളെടുക്കണമെങ്കിൽ അധികം വൈകൂടാ. എന്താ വേണ്ടത്? അച്ചായുടെ ആഗ്രഹം പോലെ നടക്കട്ടെ. എടുത്തോ എന്റെ ജീവിത കണ്ണുകൾ. അച്ചായി, അച്ചായി, എനിക്ക് അച്ചായി, അച്ചായി, അച്ചായി.